എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനുകാലികമാണ് കേട്ടോ. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 2025, 2024 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സെഷൻ തന്നെയായിരിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക വിമർശനം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ കാപ്പി ഇനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? റോബസ്റ്റ കാപ്പിയാണ്. ഓക്കെ, കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രത്യേക വിമർശനം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ കാപ്പി ഇനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? റോബസ്റ്റ കാപ്പിയാണ് കേട്ടോ. റോബസ്റ്റ കാപ്പി ജസ്റ്റ് ഓർത്തു വെക്കാം. നമുക്ക് ഈ കാപ്പി എന്ന് പറയുമ്പോഴേ കാപ്പിയും ഈ റോബസ്റ്റ പഴവുമായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. നമ്മുടെ ഗ്രീൻ കളറിലെ പഴമില്ലേ, കാപ്പിയും റോബസ്റ്റ പഴവും അത്ര നല്ലൊരു മാച്ച് അല്ല അല്ലെ. നമ്മൾ കാപ്പിയുടെ കൂടെ റോബസ്റ്റ പഴം ഒന്നും അധികം കഴിക്കാറില്ലല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതിന് പ്രത്യേകം വിമർശനം ലഭിച്ചു എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക വിമർശനം ലഭിച്ചുള്ള കേരളത്തിലെ കാപ്പി ഇനം ചോദിക്കുകയാണെങ്കിൽ അത് റോബസ്റ്റ കാപ്പി എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അടുത്ത് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പിയർ പാലമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പിയർ പാലം? അത് നോണി ബ്രിഡ്ജ് ആണ്. ഏതാണ്? നോണി ബ്രിഡ്ജ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ധോണിനെ ഓർക്കാം അല്ലെ. നമ്മുടെ ധോണി സിക്സർ ഒക്കെ അടിക്കാന്ന് പറയുമ്പോൾ നല്ല ഉയരത്തില് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പിയർ പാലം എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക കേട്ടോ. ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പിയർ പാലമാണ് നോണി ബ്രിഡ്ജ്, മണിപ്പൂര്. 2025 ഗോവ ഗവർണറായി നിയമിതനായിട്ടുള്ളത് ആരാണ്? കുസപതി അശോക് ഗജപതി രാജു ആണ് കേട്ടോ. കുസപതി അശോക് ഗജപതി രാജു. അപ്പോ ഗോവയുടെ ഗവർണറാണ്. അപ്പൊ ഗോവയുടെ ഒക്കെ ഡ്രസ്സ് നമ്മൾ ഈ ഗോവയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഫ്രീക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെ, പുഷ്പമൊക്കെ ഉള്ള നമ്മുടെ ഫ്ലോറൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പുഷ്പം എന്നുള്ള രീതിയിൽ പുസപതി അശോക് ഗജപതി രാജു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ഗോവയുടെ ജി വെച്ചിട്ട് തന്നെ ഗജപതി എന്നുള്ളതും കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ ഇന്ത്യൻ നേവി വനിതകൾ ഇമ്പോർട്ടന്റ് ആണ്. കെ ഡിൽന ആൻഡ് എ രൂപയാണ്. ഓക്കെ, ഡിൽന കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് കേട്ടോ. പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയിട്ടുള്ള ഇന്ത്യൻ നേവി വനിതകളാണ് കെ ഡിൽനയും അതേപോലെ തന്നെ എ രൂപ. ലോകം ചുറ്റി, ഇപ്പൊ 1 രൂപ കൊടുത്തിട്ടൊക്കെ ലോകം ചുറ്റി എന്നൊക്കെ ഓർത്തു വെക്കാം. എ രൂപ അതേപോലെ തന്നെ കെ ഡിൽന കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അടുത്ത പോയിന്റ്, 2025 ജൂലൈ LICയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർ ദൊരൈസ്വാമിയാണ്. ആരാണ്? ആർ ദൊരൈസ്വാമി. ഓക്കെ, അപ്പോ നമ്മുടെ LICയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആണ് ചോദ്യം അല്ലെ. അപ്പൊ LICക്ക് എത്ര ദൂരം വേണമെങ്കിലും അല്ലെ, LIC കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ദൂരം വേണമെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ സഞ്ചരിച്ച് ഒക്കെ പോകുന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ ദൊരൈ ആണ് കേട്ടോ. ദൂരമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ആർ ദൊരൈ സ്വാമി എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഡോക്ടർ M സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓക്കെ, MS സ്വാമിനാഥൻ മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര എന്നുള്ളത് ഓർത്തു വെക്കാം. ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം നമ്മുടെ മഹാരാഷ്ട്രയാണ്. ഇനി കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മേടയാണ്. ഏതാണ്? മേട എന്നുള്ളതാണ് കേട്ടോ. കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് ഏതാണ്? മേട. ഓക്കെ, അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സുകൾ നോക്കാം. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക വിമർശനം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ കാപ്പി ഇനം ഏതാണ്? റോബസ്റ്റ കാപ്പി. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പില് പല പെയ്ഡ് കോഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഗ്രാമർ, വൊക്കാബുലറി, 800 ക്വസ്റ്റ്യൻസോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്കമിംഗ് എക്സാംസിന്, അതായത് ഇപ്പൊ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെയുള്ള അപ്കമിംഗ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് മലയാളം ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നോക്കാം. ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കമന്റ്. അതുവഴി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയുള്ള റെയിൽവേ പിയർ പാലം നോണി ബ്രിഡ്ജ് അല്ലെ. 2025 ഗോവ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ളത്, ഗോവ എന്ന് പറയുമ്പോൾ ജി വെച്ചിട്ട് തന്നെ ഓർത്തു വെക്കാം. അപ്പൊ ഗജപതി രാജു ആണ്. പിന്നെ ഗോവയിൽ ഇട്ട് പോണ ഡ്രസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ പുഷ്പം പോലെയുള്ള ഡ്രസ്സുകൾ അല്ലെ. പുസപതി അശോക് എന്നുള്ളത് ഓർത്തു വെക്കാം. പായ് വഞ്ചി ലോകം ചുറ്റിയ ഇന്ത്യൻ നേവി വനിതകൾ കെ ഡിൽന ആൻഡ് എ രൂപ. ഡിൽന കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. പിന്നെ 2025 ജൂലൈ LICയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആരാണ്? ആർ ദൊരൈസ്വാമിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം
മഹാരാഷ്ട്ര. കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭ്യമാക്കുന്ന ആദ്യ വീട് ചോദിക്കുകയാണെങ്കിൽ അത് മേട എന്നുള്ളത് ഓർത്തു വെക്കാം. ഇത്ര എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ഇനി അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സ് നോക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അടുത്തിടെ പ്രകാശനം ചെയ്ത അഖേദ എന്ന നോവൽ രചിച്ചിട്ടുള്ളത് ആരാണ്? OS പ്രിയദർശൻ ആണ് കേട്ടോ. അപ്പൊ അടുത്തിടെ പ്രകാശനം ചെയ്ത അഖേദ എന്ന നോവൽ രചിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ OS പ്രിയദർശൻ ആണ്. അപ്പോ നമുക്ക് ഖേദം എന്ന് എടുക്കാം അല്ലെ? നമുക്ക് ഖേദം വരും, നമുക്ക് വിഷമം വരും. എപ്പോഴാ? നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്ന് ഓർത്തു വെക്കാം. അപ്പൊ അതേപോലെ OS പ്രിയദർശൻ ആണ് കേട്ടോ. അടുത്തിടെ പ്രകാശനം ചെയ്തിട്ടുള്ള അഖേദ എന്ന നോവൽ രചിച്ചിട്ടുള്ള ആരാണ്? OS പ്രിയദർശൻ. നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായിട്ട് ITI ചലോ അഭിയാൻ പദ്ധതി ആരംഭിച്ചിട്ടുള്ള എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിലാണ് നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായിട്ട് ITI ചലോ അഭിയാൻ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശ് കേട്ടോ, ഉത്തർപ്രദേശ്. ഇനി 2025 യുനെസ്കോ സാഹിത്യ നഗര ലിറ്റററി അവാർഡ് ലഭിച്ചിട്ടുള്ളത് സാറ ജോസഫിനാണ് ലഭിച്ചിട്ടുള്ളത്. 2025 യുനെസ്കോ സാഹിത്യ നഗര ലിറ്റററി അവാർഡ് ലഭിച്ചിട്ടുള്ളത് സാറ ജോസഫിനാണ്. ലിറ്റററി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ലിറ്റററി എന്ന് പറയുമ്പോൾ നമുക്ക് സാറുമായിട്ടൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ? ഒരു സാറിനാണ് കിട്ടിയെന്നുള്ള രീതിയിൽ സാറ ജോസഫിനാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, സാറ ജോസഫിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 2025 യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് കിട്ടിയിട്ടുള്ളത്. മിസാറു എന്ന കവിതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ബാലസാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ വളരെ ബാലന്മാരൊക്കെ നല്ല സന്തോഷിച്ചൊക്കെ നടക്കുകയാണെന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ? എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് 2025 യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് കിട്ടിയിട്ടുള്ളത്. മിസാറു എന്ന കവിതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിനാണ് കിട്ടിയിട്ടുള്ളത്? മിസാറു എന്ന കവിതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി 107 ഡേയ്സ് എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കമല ഹാരിസിന്റെയാണ്. 107 ഡേയ്സ് കേട്ടോ എന്ന ഓർമ്മക്കുറിപ്പ് ആരുടെയാണ്? കമല ഹാരിസ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ചിട്ടുള്ള ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രളയാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? പ്രളയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. അപ്പൊ 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ചിട്ടുള്ള ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? അത് പ്രളയാണ് കേട്ടോ. പ്രളയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം. 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ് 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം കേട്ടോ. നമുക്കതിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഇനി ഇന്ത്യയിലെ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ആസാമിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആസാമിലാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. നമുക്ക് പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു നിർത്തിയ? ഒരു മിനിറ്റ് ഒന്ന് എടുത്തേക്കട്ടെ. അടുത്തിടെ പ്രകാശനം ചെയ്തിട്ടുള്ള അഖേദ എന്ന നോവൽ രചിച്ചിട്ടുള്ളത് ആരാണ്? OS പ്രിയദർശൻ അല്ലെ? നമ്മൾ പറഞ്ഞു ഖേദം വരും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു അല്ലെ? പ്രിയപ്പെട്ട ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഖേദം വരും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായിട്ട് ITI ചലോ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. 2025 യുനെസ്കോ സാഹിത്യ നഗരം ലിറ്റററി അവാർഡ് ലഭിച്ചിട്ടുള്ളത് സാറ ജോസഫ്. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ഓക്കെ, ഇതേപോലെ തന്നെ 2025 യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സന്തോഷ് ഏച്ചിക്കാനത്തിനാണ്. മിസാറു എന്ന കവിതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി 107 അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. ഈ ബാലന്മാരാവുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം ആരും മിസ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ? അപ്പൊ മിസാറു എന്ന കവിതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 107 ഡേയ്സ് എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കമല ഹാരിസിന്റെ ആണ്. 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രളയാണ്. 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഇന്ത്യയിൽ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ആസാമിലാണ് കേട്ടോ. ഇനി 2025 AI ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഫ്രാൻസ് ആണ്. AI ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആണ്
അപ്പൊ അതുമായിട്ട് കുറെ ഫാൻസ് ഉണ്ട് അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI എന്നൊക്കെ പറയുമ്പോൾ കുറെ ഫാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ ആണ്, ആക്ഷനും കുറെ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാം അല്ലെ, ആക്ഷൻ ഫിലിംസിനൊക്കെ. അപ്പൊ അങ്ങനെ ഫ്രാൻസ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. 80 രാജ്യങ്ങളിലായി പുറത്തിറങ്ങിയിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ അത് ഹോപ്പ് ആണ് കേട്ടോ. ഹോപ്പ് എന്നുള്ളതാണ് ആത്മകഥ. 2025 ജാനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായിട്ടുള്ള മലയാളി കെ വിനോദ് ചന്ദ്രനാണ്. അറിഞ്ഞു വെച്ചേക്കുക. 2025 ജാനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? കെ വിനോദ് ചന്ദ്രൻ. കെ വിനോദ് ചന്ദ്രൻ. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തലശ്ശേരിയാണ്. ഓക്കെ, മികച്ച പോലീസ് സ്റ്റേഷൻ പോലീസുകാരുടെ ഒക്കെ തലയിൽ തൊപ്പിയുണ്ടല്ലോ, അപ്പൊ തല അല്ലെങ്കിൽ അവർ പറയണൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം, തലശ്ശേരിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അത് ഒരുപാട് തവണ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ, ഉത്തരാഖണ്ഡ്. ഓക്കെ, ഏകീകൃത സിവിൽ കോഡ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉത്തരം കണ്ടു കഴിയുമ്പോൾ ചില കോഡ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ കൈവച്ച് ഒക്കെ കാണിക്കുന്ന രീതിയിലൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ ആണ്. ഓക്കെ, 2025 പോലെ തന്നെ എസ് അല്ലെ. അപ്പൊ സിംഗപ്പൂർ 2025 കാര്യം പറഞ്ഞു വെച്ചേക്കുക. അതേപോലെ തന്നെ പാസ്പോർട്ട് ഒക്കെ എടുത്ത് നമുക്ക് സിംഗപ്പൂർ പോകാനൊക്കെ തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പാസ്പോർട്ടും സിംഗപ്പൂരും ആയിട്ടൊക്കെ ഓർത്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് സിംഗപ്പൂരാണ്. 2025 ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 2025 ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2024 നേടിയിട്ടുള്ള പാര അത്ലറ്റ് ചോദിക്കുകയാണെങ്കിൽ പ്രവീൺ കുമാർ ആണ്. പാര അത്ലറ്റ് ആണ്. പാര എന്നുള്ള രീതിയിൽ പാര എന്ന് പറയുമ്പോൾ തന്നെ പ്രവീൺ കുമാർ അല്ലെ, രണ്ടും പി വെച്ചിട്ട് കേട്ടോ. പാര അത്ലറ്റ് ആണ് പ്രവീൺ കുമാർ. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2024 നേടിയിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ പാര അത്ലറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് പ്രവീൺ കുമാറാണ്. അപ്പൊ ഒന്നുകൂടെ 2025 AI ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചുള്ള രാജ്യം ഫ്രാൻസ് ആണ്. 80 രാജ്യങ്ങളിലായി പുറത്തിറങ്ങിയിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പാണ്. 2025 ജാനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായിട്ടുള്ള മലയാളി കെ വിനോദ് ചന്ദ്രൻ. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തലശ്ശേരി. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലായ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ. 2025 ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2024 നേടിയിട്ടുള്ള പാര അത്ലറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് പ്രവീൺ കുമാർ ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികന്റെ പേരാണ് ശുഭാംശു ശുക്ല. ആ പേരൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ബഹിരാകാശ യാത്രികന്റെ പേരാണ് ശുഭാംശു ശുക്ല. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം NVS-02 ആണ്. NVS-02 കേട്ടോ, NVS-02 ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചിട്ടുള്ളത് പൂനം ഗുപ്തയാണ്. ഓക്കെ, റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ അത് പൂനം ഗുപ്ത. റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഓക്കെ, സംസ്ഥാനമാണ് മഹാരാഷ്ട്രയാണ്. അപ്പൊ നമ്മൾ നേരത്തെ മഹാരാഷ്ട്രയുമായിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികന്റെ പേര് ശുഭാംശു ശുക്ല അല്ലെ. അപ്പൊ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം 4 ദൗത്യത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടതാണ്. അപ്പൊ എല്ലാം നല്ല ശുഭമായിട്ട് വരട്ടെ അല്ലെ. അപ്പൊ ശുഭാംശു ശുക്ല. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം, 100 എന്ന് പറയുമ്പോൾ NVS-02 കേട്ടോ, NVS-02. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചിട്ടുള്ളത് പൂനം ഗുപ്തയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകൾ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ മഹത്തായിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വയ്ക്കാം. അപ്പൊ മഹാരാഷ്ട്ര കേട്ടോ. 2025 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയിട്ടുള്ള ആദിവാസി ആരാണ്? രാജാവ് രാമൻ രാജമല്ലയാണ്. ഓക്കെ, രാമൻ രാജമല്ല. പത്മശ്രീ ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാ? IM വിജയനും അതേപോലെ തന്നെ K ഓമനക്കുട്ടി അമ്മയാണ് കേട്ടോ പത്മശ്രീ. ഓക്കെ, അപ്പൊ ശ്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യം. ഐശ്വര്യം നല്ല
ഓമനയുള്ള അല്ലെങ്കിൽ ഓമനത്വമുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഐശ്വര്യം തോന്നും എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ ഓമനക്കുട്ടിയമ്മയുണ്ട്, അതേപോലെ തന്നെ IM വിജയനുണ്ട്. വിജയിച്ചു കഴിയുമ്പോഴും മുഖത്ത് നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും, ശ്രീ ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. 2025 പ്രേം നസീർ ലൈഫ് ടൈം പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാ? ജഗദീഷ് ശ്രീകുമാറിനാണ് കിട്ടിയിട്ടുള്ളത്. 2025 പ്രേം നസീർ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആർക്കാണ്? ജഗദീഷ് ശ്രീകുമാറിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ഹോസ്പൈസ് സെന്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുപ്പാടി സുൽത്താൻ ബത്തേരിയാണ്. കുപ്പാടി കേട്ടോ, കുപ്പാടിയാണ് സുൽത്താൻ ബത്തേരി. കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ഹോസ്പൈസ് സെന്റർ ചോദിക്കുകയാണെങ്കിൽ കടുവകളുടെ കാ വെച്ചിട്ട് തന്നെ കുപ്പാടി, കാ വെച്ചിട്ട് കേട്ടോ. അപ്പൊ കുപ്പാടി എന്നുള്ളത് ഓർത്ത് വെക്കാം. നമുക്ക് വേണമെങ്കിൽ കടുവകളെ പരിചരിക്കാനല്ല, ഇപ്പൊ ഒരു കുപ്പിയിൽ പാലൊക്കെ കൊടുത്ത് കടുവകളെയൊക്കെ പരിചരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. കുപ്പാടി, കുപ്പാടി. 2025 സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ഓക്കെ, വോട്ടിംഗ് പോലെ വേറെ ഒന്നുമില്ല, ഞാൻ ഷുവർ ആയിട്ടും വോട്ട് ചെയ്യും അല്ലെ. അപ്പൊ നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ 2025 സമ്മതിദായക ദിനത്തിലെ പ്രമേയമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത് നോക്കാം, സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വെന്യൂ ഏതാണ്? കൊച്ചിയാണ്. ഓക്കെ, സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വെന്യൂ ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചിയാണെന്നുള്ളത് ഓർത്ത് വെക്കാം. പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ഡാറ്റ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം കേട്ടോ. പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ഡാറ്റ കിറ്റ് കേട്ടോ, ഓപ്പൺ ഡാറ്റ കിറ്റ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ്. ഓക്കെ, ഗ്രീൻ ദ ഗ്യാപ്പ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രീൻ ദി ഗ്യാപ്പ് ആണ്. ഏത് ചുരത്തിന്റെയാണ്? പാലക്കാട് ചുരത്തിന്റെ. പോയിന്റ് നോക്കാം, സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാർ ഏതാ? ഹരിയാനയാണ് കേട്ടോ. സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാർ ഹരിയാനയാണ്. 2025 മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റ് താരമാരാണ്? സ്മൃതി മന്ദാനയാണ്. ഓക്കെ, 2024 മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റ് താരമാരാണ്? സ്മൃതി മന്ദാന. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ ചോദിക്കുകയാണെങ്കിൽ അത് ജസ്പ്രീത് ബുംറയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. അപ്പോ കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ഹോസ്പൈസ് സെന്റർ ഏതാണ്? കടുവകളെ പരിചരിക്കുക, കുപ്പിപ്പാലൊക്കെ കൊടുത്തിട്ട് അല്ലെ, കുപ്പാടി എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം, സുൽത്താൻ ബത്തേരി. 2025 സമ്മതിദായക ദിനത്തിലെ പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വെന്യൂ ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചിയാണ്. പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ഡാറ്റ കിറ്റ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയുള്ള സംസ്ഥാന സർക്കാർ ഏതാണ്? ഹരിയാന. 2024 മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റ് താരം ചോദിക്കുകയാണെങ്കിൽ സ്മൃതി മന്ദാനയാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ ചോദിക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയാണ്. ഓക്കെ, ഇനി കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിന്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള AI റിസപ്ഷനിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ കെല്ലിയാണ് കേട്ടോ, കെല്ലി. അപ്പൊ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിന്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള AI റിസപ്ഷനിസ്റ്റ് ആണ് കെല്ലി എന്ന് പറയുന്നത് കേട്ടോ. AI റിസപ്ഷനിസ്റ്റ് ആണ് കെല്ലി. അടുത്ത് നോക്കാം, നാഗോബ ജാതര ഉത്സവം അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ആഘോഷിച്ചിട്ടുള്ളത്? തെലുങ്കാനയാണ്. നാഗോബ ജാതര ഉത്സവം കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള ഫെസ്റ്റിവൽസ് നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് കേട്ടുപോവാ. നാഗോബ ജാതര ഉത്സവം അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ആഘോഷിച്ചിട്ടുള്ളത്? തെലുങ്കാന. നാഗവും ആനയും എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. തെലുങ്കാന എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി കാണായ്മ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? PF മാത്യൂസ് ആണ്. PF മാത്യൂസ് ആണ് കാണായ്മ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. ഓക്കെ, കാണായ്മ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കിപ്പോ കാഴ്ചക്ക് എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ വരുമ്പോൾ നമ്മൾ PF പൈസ എടുത്തു എന്നോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ PF മാത്യൂസ് ആണ്. അപ്പൊ കാണായ്മ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PF മാത്യൂസ് ആണ്. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലത്താണ്. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലം. സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കള് വയനാടാണ്. വേദി എവിടെയായിരുന്നു? കൊല്ലം അല്ലെ. സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കള് വയനാടാണ്. വേദി എവിടെയായിരുന്നു? കൊല്ലം. അടുത്ത പോയിന്റ് നോക്കാം, 2024-2025 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് കർണാടകയാണ് കേട്ടോ.
ഇതൊന്ന് ഓർത്തു വെക്കാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 2024-2025 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് കർണാടക. ഓക്കെ, വിജയിച്ചിട്ട് കണ്ണടയൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു സീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. കർണാടകയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും നോക്കുക. ഫൈനലിൽ വിദർഭയെ തോൽപ്പിച്ചാണ് കിരീടം നേടിയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ്? ശൂന്യാണ്. ഫ്ലൈയിങ് ടാക്സിയാണ് ശൂന്യ. ആകാശത്തേക്ക് പോയി എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. അപ്പൊ ശൂന്യ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശൂന്യാണ്. ഏത് സംസ്ഥാനത്തിലെ തപാൽ വകുപ്പിലാണ് AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ബീഹാറിലാണ് കേട്ടോ. ഏത് സംസ്ഥാനത്തിലെ തപാൽ വകുപ്പിലാണ് AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ബീഹാറിലാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. എവിടെയാണ്? ബീഹാറിലാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് റഫീഖ് അഹമ്മദ് ആണ്. ഓക്കെ, പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റഫീഖ് അഹമ്മദ് ആണ്. പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അതിലെ ആദ്യത്തെ പോയിന്റ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വെന്യൂ ചോദിക്കുകയാണെങ്കിൽ കൊച്ചി. പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓപ്പൺ ഡാറ്റ കിറ്റ് ആണ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതി ഗ്രീൻ ദ ഗ്യാപ്പ്. സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയുള്ള സംസ്ഥാന സർക്കാർ ഹരിയാന. 2024 മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റർ ചോദിക്കുകയാണെങ്കിൽ സ്മൃതി മന്ദാന. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിലെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ ചോദിക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയാണ്. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിന്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള AI റിസപ്ഷനിസ്റ്റ് കെല്ലിയാണ്. നാഗോപജാതര ഉത്സവം അടുത്തിടെ ഈ സംസ്ഥാനത്താണ് ആഘോഷിച്ചിട്ടുള്ളത്? തെലങ്കാനയിലാണ്. കാണായ്മ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് PF മാത്യൂസ്. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്നത് കൊല്ലം. സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കള് വയനാട്, വേദി കൊല്ലം. 2024-2025 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് കർണാടകയ്ക്കാണ്. ഫൈനലിൽ വിദർഭയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ്? ശൂന്യ. സംസ്ഥാനത്തിലെ തപാൽ വകുപ്പിലാണ് AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ബീഹാറിലാണ്. ഇനി അടുത്ത പോയിന്റ് 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് റഫീഖ് അഹമ്മദ് ആണ് അല്ലെ. റഫീഖ് അഹമ്മദ്, അതും ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു വെച്ചേക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് റഫീഖ് അഹമ്മദ്. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം. നമുക്കറിയാലോ നല്ല പോഷകം കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം. ടൈഫൂൺ മിസൈൽ സംവിധാനം ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? അമേരിക്കയാണ് കേട്ടോ. ടൈഫൂൺ മിസൈൽ. ഓക്കെ, അറിഞ്ഞു വെച്ചേക്കുക. ടൈഫൂൺ മിസൈൽ സംവിധാനം ഏത് രാജ്യമാണ് വികസിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്ക. 2025 ജാനുവരിയിൽ ബ്രിക്സ് അംഗത്വം നേടിയിട്ടുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഓക്കെ, 2025 5 ജാനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യ. ബ്രിക്സിൽ ഇപ്പോൾ ഇന്തോനേഷ്യയും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, പാങ്സോ പാസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. പാങ്സോ പാസ്, അരുൺ പാസ്സായി എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ പാങ്സോ പാസ്, അരുൺ പാസ്സായി, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു അരുണിന്റെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ പാങ്സോ പാസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കേരളത്തിൽ പ്രവാസികൾക്കായിട്ട് വ്യവസായ പാർക്ക് ആരംഭിക്കുന്ന എവിടെയാ? കണ്ണൂരാണ് അല്ലെ. കേരളത്തിൽ പ്രവാസികൾക്കായിട്ട് വ്യവസായ പാർക്ക് ആരംഭിക്കുന്ന എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ണൂരാണ്. 2025 അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിന്റെ വേദി മലേഷ്യയാണ് കേട്ടോ. 2025 അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിന്റെ വേദി എവിടെയാണ്? മലേഷ്യ. 2024 അർജുന അവാർഡിന് അർഹയായിട്ടുള്ള അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്ലറ്റിക്സ് ആണ്. അന്നു റാണി അത്ലറ്റിക്സ് ആണ് കേട്ടോ. 2024 അർജുന അവാർഡിന് അർഹയായിട്ടുള്ള അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നു റാണിയുടെ ആവച്ചറ്റന് അത്ലറ്റിക്സ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. 17ാമത്തെ ബഷീർ പുരസ്കാരം ലഭിച്ച ആർക്കാൻ ചോദിക്കുകയാണെങ്കിൽ PN ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 17ാമത്തെ ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ PN ഗോപികൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നാഗോപജാതര ഉത്സവം അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ആഘോഷിച്ചിട്ടുള്ളത്? തെലങ്കാന. കാണായും എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് PF മാത്യൂസ് ആണ്. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്ന എവിടെയാണ്? കൊല്ലം. സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കള്
വയനാട്. 2024-2025 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയിട്ടുള്ള കർണാടക. ഫൈനലിൽ വിദർഭയെ തോൽപ്പിച്ചാണ് കിരീടം നേടിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശൂന്യാണ്. ഏത് സംസ്ഥാനത്തിലെ തപാൽ വകുപ്പിലാണ് AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ബീഹാറിലാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് റഫീഖ് അഹമ്മദ് ആണ്. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പോഷകബാല്യം. ടൈഫൂൺ മിസൈൽ സംവിധാനം ഏത് രാജ്യമാണ് വികസിപ്പിച്ചിട്ടുള്ളത്? അമേരിക്കയാണ്. 2025 ജാനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയിട്ടുള്ള രാജ്യം ഇന്തോനേഷ്യ. ബ്രിക്സി പോലെയൊക്കെ ഓർക്കാം. ഒരു അയ്യും കൂടെ വന്നില്ല. ഇപ്പൊ ഒരു ബ്രിക്സി എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. പാങ്സോ പാസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കേരളത്തിലെ പ്രവാസികൾക്കായിട്ട് വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് കണ്ണൂരാണ്. 2025 അണ്ടർ-19 വനിതാ 2020 കപ്പിന് ലോകകപ്പിന് വേദിയായിട്ടുള്ളത് മലേഷ്യ. 2024 അർജുന അവാർഡിന് അർഹയായിട്ടുള്ള അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത്ലറ്റിക്സ് ആണ്. 17ാമത്തെ ബഷീർ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇത്രയും പോയിന്റ്സുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ആപ്പിനകത്ത് ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും കൂടിയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് മാത്രമായിട്ടുള്ള കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെഷൻ നോക്കുക. അതിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കൊടുക്കുക. സ്പീഡ് കൂടുതലാണെങ്കിൽ അതും കൂടെ പറയാം. കൂടുതൽ പോയിന്റ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.